ഇപ്പോൾ നന്ദഗോവിന്ദ ഭജൻസൊക്കെ അതിൻ്റെ ലാസ്റ്റത്തെ എൻട്രി ആണെന്ന് മാത്രം നമ്മൾ കണക്കൂട്ടിയാൽ മതി. വലിയ തോതിലുള്ള ഒരു ഹൈപ്പ് ഈ ഹിന്ദുത്വ അജണ്ടകൾക്ക് ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ജനങ്ങളുടെ ഇടക്കോട്ട് പതുക്കെ അരിച്ചു കയറുന്നു പറഞ്ഞാൽ ഇന്നുണ്ടായ ഒരു കേരളം ഉണ്ടായിട്ടുള്ളത്. കേരളം പക്ഷേ ഇപ്പോൾ തിരിഞ്ഞു കിടക്കുകയാണ് പഴയ ഭ്രാന്താലയത്തിലേക്ക്. ഈ സംഗീതത്തെയും അതുപോലെ തന്നെ ഈ പറയുന്ന ബിസിനസ്സുകളെയും ഒക്കെ തന്നെ വളരെ കൃത്യമായി ഒബ്സർവ് ചെയ്തിട്ടുണ്ടെങ്കിൽ തിരുവിതാംകൂർ രാജകുടുംബാംഗം എന്ന് പറയുന്ന ഒരാൾക്ക് നേരത്തെ അത്ര വിസിബിലിറ്റി ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരു മതം, ജാതി അഥവാ ദൈവവിശ്വാസം എന്നൊക്കെ പറയുന്നതിന് വലിയ പ്രാമുഖ്യം ഒരു സ്ഥലത്ത് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ BJPയുടെ ഹിന്ദുത്വ നരേറ്റീവ് എന്ന് പറയുന്ന അജണ്ട ഒറ്റക്കങ്ങാട് വർക്ക് ചെയ്യും. ആളുകളോട് നമുക്ക് ഹിന്ദുക്കൾക്ക് ഒരുമിച്ചിരിക്കണം, ഹിന്ദു രാഷ്ട്രം സ്ഥാപിക്കണം എന്ന് പറഞ്ഞാൽ വർക്ക് ചെയ്യുന്ന ഒരു കാര്യമല്ല. ഇതിനു മുമ്പുണ്ടായിട്ടുള്ള പോപ്പ് ഒരു വലിയ മാപ്പപേക്ഷ നടത്തിയിട്ടുണ്ട്. ഭക്തിയും സംഗീതവും ചേർന്ന് ഒരു പുതിയ അനുഭവമായി മാറുകയാണ് നന്ദഗോവിന്ദം ഭജൻസ്. വലിയ വൈറലാവുകയാണ് അവരുടെ പാട്ടുകളൊക്കെ. എന്താണ് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന നിഗൂഢമായിട്ടുള്ള ലക്ഷ്യം? യഥാർത്ഥത്തിൽ ലോകത്ത് ഏത് രാജ്യത്തും ഒരു സാംസ്കാരികമായ അല്ലെങ്കിൽ പൊളിറ്റിക്കലായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ച് ബിസിനസ്സുകളൊക്കെ തന്നെ വന്നിട്ടുണ്ട്. നമ്മളത് ഒരിടക്ക് ഞാനിത് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ നന്ദഗോവിന്ദ ഭജൻസൊക്കെ അതിൻ്റെ ലാസ്റ്റത്തെ എൻട്രി ആണെന്ന് മാത്രം നമ്മൾ കണക്കൂട്ടിയാൽ മതി. യഥാർത്ഥത്തിൽ ഇന്ത്യയിലേക്ക് ഈ ഹിന്ദുത്വ അജണ്ടകളൊക്കെ തന്നെ വരുമ്പോഴാണ് അതിനോടൊപ്പം വളർന്നിട്ടുള്ള ഒരു ബ്രാൻഡാണ്, നിങ്ങൾക്കെല്ലാം ഓർമ്മയുണ്ടാവും, പതഞ്ജലി എന്ന് പറയുന്ന ബ്രാൻഡ്. അപ്പോൾ അത്തരത്തിൽ ബിസിനസ്സുകളിൽ വരുന്ന മാറ്റങ്ങളോ സംഗീതത്തിലും സാംസ്കാരിക ലോകത്തും വരുന്ന മാറ്റങ്ങളോ നോക്കിയാൽ എന്താണ് ഭാവിയിൽ നമുക്കിവിടെ സംഭവിക്കാനിരിക്കുന്നതെന്ന് കൃത്യമായിട്ട് അറിയാം. ഇതിന് തൊട്ടു മുമ്പ് ഗൗതം ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അതായത് ഒരു മുസ്ലിം സ്ത്രീ, ഒരു ജസ്റ്റ് എന്തോ പറഞ്ഞിട്ടുള്ള ഒരു സ്ത്രീ, അവർ യഥാർത്ഥത്തിൽ ഒരു അച്ചു വെച്ചുകൊണ്ട് ഒരേപോലെയുള്ള കൃഷ്ണവിഗ്രഹങ്ങൾ വരയ്ക്കുകയും ആ കൃഷ്ണവിഗ്രഹങ്ങളിൽ ഇവർ 5000 രൂപയും 10000 രൂപയൊക്കെ മേടിച്ച് വിൽപ്പന നടത്തുകയും 150 രൂപയ്ക്ക് കിട്ടാവുന്ന സാധനം മേടിച്ച് വിൽപ്പന നടത്തുകയൊക്കെ ചെയ്യുന്ന പരിപാടിയൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു വലിയ തോതിലുള്ള ഒരു ഹൈപ്പ് ഈ ഹിന്ദുത്വ അജണ്ടകൾക്ക് ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ജനങ്ങളുടെ ഇടക്കോട്ട് പതുക്കെ അരിച്ചു കയറുന്നു പറഞ്ഞാൽ ഇത് രണ്ടും ഡിപ്പെൻഡൻ്റ് ആണ്. അതായത് ഇത്തരത്തിലുള്ള ബിസിനസ്സുകളും ഇതോടൊപ്പം എന്ത് ചെയ്യും, വളർന്നുകൊണ്ടിരിക്കും. ഇതോടൊപ്പം തന്നെ ഇപ്പം നന്ദഗോവിന്ദ ഭജൻസിലേക്ക് പറയാമല്ലോ, അതിന് തൊട്ട് മുമ്പ് ഈ ആനീസ് കിച്ചൺ അവതരിപ്പിക്കുന്ന ആനി മുതൽ, അതായത് നിങ്ങൾ അറിയേണ്ടത് ഇപ്പോൾ ഇതിലെ വിജയ് മാധവ് എന്നൊക്കെ പറഞ്ഞ ഒരു മ്യൂസിക് ഡയറക്ടറുണ്ട്. പുള്ളിയുടെ വൈഫും ഒക്കെ ഉണ്ട്. വൈഫിനെയും ഭർത്താവിനെയും ഭാര്യ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുന്നത്, ഭർത്താവിനെ ഭാര്യ വിളിക്കുന്നത് സംവിധായകൻ എന്നാണെങ്കിൽ, ഡയറക്ടർ എന്നാണെങ്കിൽ, ഭർത്താവ് മറ്റേ നടിയായിട്ടുള്ള ഭാര്യ വിളിക്കുന്നത് നായിക എന്നുള്ളതാണ്. മനസ്സിലായ? അപ്പോൾ ഇവരെല്ലാം തന്നെ എന്നിട്ട് ഇതിലൂടെ യോഗ വിൽക്കുന്നു, മറ്റേ ഏതോ പുരട്ടാനുള്ള തൈലമോ എണ്ണയോ വിൽക്കുന്നു, യോഗ ക്ലാസ്സുകൾ കൊടുക്കുന്നു. ഇതെല്ലാം തന്നെ അവരുടെ സെയിൽസാണ്. പക്ഷെ അതിലെല്ലാം തന്നെ ഈ കുലസ്ത്രീ എന്ന് പറയുന്നൊരു എലമെൻറ്റ് കൂടിയുണ്ട്. ഞാനിപ്പോൾ അവരത് കുറ്റപ്പെടുത്തുകയല്ല കേട്ടാ, നിലവിൽ നിൽക്കുന്ന ഒരു സാഹചര്യങ്ങൾ അവരെല്ലാം എന്ത് ചെയ്യുന്നു, ഉപയോഗപ്പെടുത്തുന്നു. ഇത്തരത്തിലുള്ള ഒരു സർജ് ഈ കേരളീയ സമൂഹത്തിൽ കാണാം. അതിൻ്റെ ഏറ്റവും അവസാന പടിയായി വന്നേക്കുന്ന ഒരു കാര്യം കൂടിയാണ് ഈ നന്ദഗോവിന്ദ ഭജൻസ് എന്ന് പറയുന്നത്. ഇത് യഥാർത്ഥത്തിൽ നേരത്തെ KPSCയുടെയൊക്കെ നാടകഗാനങ്ങളും അതുപോലെ തന്നെ അത്തരത്തിലുള്ള നാടകങ്ങളും ഒക്കെ ഉഴുതുമറിച്ച, നിങ്ങൾ തന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്നുള്ളതും ബലികുടീരങ്ങൾ എന്ന് പറയുന്ന പാട്ടുമൊക്കെ തന്നെ ഈ പറയുന്ന ഒരു രക്തസാക്ഷി പരിവേഷം അങ്ങോട്ട് കൊടുക്കുകയും അത്തരത്തിൽ മുരുകൻ കാട്ടാക്കടയൊക്കെ എഴുതിയ കവിതകൾക്കൊക്കെ തന്നെ വലിയ പ്രാമുഖ്യം കിട്ടുകയും ചെയ്തതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ടാണ് യഥാർത്ഥത്തിൽ ഇന്നുണ്ടായ ഒരു കേരളം ഉണ്ടായിട്ടുള്ളത്. കേരളം പക്ഷേ ഇപ്പോൾ തിരിഞ്ഞു നടക്കുകയാണ് പഴയ ഭ്രാന്താലയത്തിലേക്ക്. ആ ഭ്രാന്താലയത്തിലേക്ക് തിരിഞ്ഞ് നടക്കുന്ന ഇതിൻ്റെ ഇടയിലൂടെ നടക്കുന്ന ഇത്തരത്തിലുള്ള ബിസിനസ് ഹൈപ്പുകൾ കൂടി നമുക്ക് കാണാം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് ഈ സംഗീതത്തെയും അതുപോലെ തന്നെ ഈ പറയുന്ന ബിസിനസ്സുകളെയും ഒക്കെ തന്നെ വളരെ കൃത്യമായി ഒബ്സർവ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ് ഭാവിയിൽ വരാനിരിക്കുന്നത്, ജനങ്ങൾ എങ്ങോട്ടാണ് ചരിയുന്നത് എന്നുള്ളത് കേൾക്കാം. ഇത് പറയുമ്പോൾ ഒരു കാര്യം പറഞ്ഞോട്ടെ, ഈ നന്ദഗോവിന്ദ ഭജൻസിൻ്റെ പാട്ടുകൾ ഇപ്പോൾ രാധതൻ പ്രേമത്തോടാണോ കൃഷ്ണ, അതോ നീ പാടും രാഗത്തോടാണോ എന്ന് പറയുന്നത്, അത് ഗുരുവായൂർ വെക്കാറില്ല. കാരണം എന്ന് വെച്ചാൽ അതിൽ വലിയൊരു ചോദ്യമുണ്ട്. രാധതൻ പ്രേമത്തോടാണോ അതോ നീ പാടും ഗാനത്തോടാണോ കൃഷ്ണ നിനക്ക് ഇഷ്ടം എന്ന് ചോദിക്കുന്നത് വലിയൊരു വിവാദമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അത്തരത്തിലുള്ളൊരു കാര്യമായതുകൊണ്ട് അത് ഗുരുവായൂർ വെക്കാത്തൊരു പാട്ടാണ്. പക്ഷെ അത്തരം പാട്ടുകളൊക്കെ അവർ പാടി കേൾക്കുന്നത് നമ്മളുടെയൊക്കെ ഒരു ബോധ മനസ്സിൽ നമ്മൾ പണ്ടേ മുതലേ ഈ കൾച്ചറൊക്കെ പരിചയിച്ചു വന്നതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചൊരു വലിയ ആനന്ദം നൽകുന്ന അനുഭൂതിയാണ്. അതുകൊണ്ട് നമ്മൾ കേൾക്കാറുണ്ട്. കേൾക്കുന്നവരെ ഒന്നും നമ്മൾ കുഴപ്പം പറയുന്നതല്ല. പക്ഷെ ഇതിൻ്റെയൊക്കെ പിന്നിൽ വളരെ കൃത്യമായിട്ടുള്ള ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള അപ്രോച്ച് ഉണ്ട് എന്നുള്ളതും കേരളത്തിൽ അത്തരത്തിലുള്ളൊരു ഹിന്ദു ധ്രുവീകരണം പതുക്കെ പതുക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഹിന്ദു ഏകതയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഹിന്ദു ഏകതയിലേക്കല്ല, യഥാർത്ഥത്തിൽ ഈ ഒരു എന്താ പറയുക ബ്രാഹ്മണിക്കൽ ഹിന്ദുയിസത്തിലേക്കുള്ള ഒരു അട്രാക്ഷൻ
ഈ പറയുന്ന ഈഴവർക്കാണെങ്കിലും അല്ലെങ്കിൽ അതിൻ്റെ നായർക്കാണെങ്കിലും നായർ സമുദായത്തിനാണെങ്കിലും അതിന് താഴേക്കിടയിലുള്ള ആളുകൾക്കാണെങ്കിലും കൂടി വരുന്നൊരു പ്രവണതയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അത്ര ഇപ്പം തന്നെ നിങ്ങളൊന്ന് എടുത്തു നോക്കിയാൽ ഇപ്പം തിരുവിതാംകൂർ രാജകുടുംബാംഗം എന്ന് പറയുന്ന ഒരാൾക്ക് നേരത്തെ അത്ര വിസിബിലിറ്റി ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പം അദ്ദേഹം രാജാവാകേണ്ടിയിരുന്നയാൾ എന്നുള്ള നിലക്ക് കുറേ കൂടി യൂട്യൂബ് വീഡിയോകൾ എടുത്ത് നോക്കിയാൽ, അല്ലെങ്കിൽ അദ്ദേഹത്തെ ഞാനെങ്കിലും ഒരിക്കലെങ്കിലും കാണണമെന്ന് വിചാരിച്ചു, കൊട്ടാരം സന്ദർശിക്കണമെന്ന് വിചാരിച്ചു എന്നൊക്കെ പറഞ്ഞ് നിരവധി യൂട്യൂബേഴ്സൊക്കെ ചെന്ന് ഇത്തരത്തിലുള്ള വീഡിയോകളൊക്കെ ഇടുന്നുണ്ട്. അതിൽ രണ്ട് തരത്തിൽ സംഭവിക്കുന്നുണ്ട്. ഒന്ന്, വളരെ പർപ്പസ്ഫുള്ളി ഇത് ഏറ്റവും ആദ്യം ക്രിയേറ്റ് ചെയ്യുന്നു. രണ്ടാമത്തേത്, ഇതിന് റീച്ച് കിട്ടും എന്നുള്ളപ്പോൾ ആളുകൾ എന്ത് ചെയ്യും, ഇതൊക്കെ എടുത്തിടുന്നു. അല്ല, ഈ നന്ദഗോവിന്ദം ഭജൻസിന്റെ പല പാട്ടുകൾക്കും അത് കേൾക്കാൻ ഒരുപാട് ആളുകൾ ടിക്കറ്റ് എടുക്കുകയും ജനങ്ങൾ തിങ്ങിക്കൂടുന്ന സാഹചര്യമുണ്ട്. വലിയ വൈറലാവുകയാണ്. ഇപ്പം അയ്യപ്പ സംഗമത്തിന് ദേവസ്വം ബോർഡ് പോലും അവരെ ക്ഷണിച്ചിരിക്കുന്നു പാടാനായിട്ട് എന്നുള്ളതാണല്ലോ നമുക്ക് അറിയാൻ കഴിയുന്ന കാര്യം. എന്തിനാണ് ഭയപ്പെടുന്നത് ആരാണ്? അതാണ് പ്രശ്നം. ഗൗതത്തിന് അത് പറഞ്ഞാൽ മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഇത് കുറച്ചുകൂടി ആഴത്തിലേക്ക് പോയാൽ മാത്രമേ ഇതിനെക്കുറിച്ച് മനസ്സിലാവൂ. സിമ്പിൾ ആയിട്ടുള്ള പാട്ടല്ലേ എന്ന് ചോദിക്കുന്ന, ഭാരതാംബ ഒരു പടമല്ലേ എന്ന് ചോദിക്കുന്ന ഒരാൾക്ക് അത് മനസ്സിലാകാൻ ബുദ്ധിമുട്ടായിരിക്കും. അല്ല, താങ്കളെ ഞാൻ വീഴ്ത്തി പറഞ്ഞതല്ല. വളരെ ആഴത്തിൽ എന്തിനാണ് ഭയപ്പെടുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ, ഇതിന്റെ അൾട്ടിമേറ്റ് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഒരു മതം, ജാതി അഥവാ ദൈവവിശ്വാസം എന്നൊക്കെ പറയുന്നതിന് വലിയ പ്രാമുഖ്യം ഒരു സ്ഥലത്ത് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഇവിടെ മാത്രമല്ല, ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ പോലും ഉണ്ട്. ഇപ്പം ബൃന്ദാവൻ മുതൽ ഈ പറയുന്ന പോലെ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റുകൾക്ക് ഇപ്പം കിട്ടുന്ന വലിയൊരു പ്രാധാന്യവും പ്രാമുഖ്യവും ഒക്കെ ഉണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ മറ്റൊരു സൈഡിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ അറബ് ഭക്ഷണങ്ങൾക്കൊക്കെ തന്നെ കിട്ടുന്ന വലിയൊരു പ്രാമുഖ്യമുണ്ട്. ഇത് നാച്ചുറലി ജനത്തിന് ചേഞ്ചസ് ഉണ്ടാവും, അത് ഭക്ഷണശീലങ്ങൾ മാറിക്കൊണ്ടിരിക്കും, അതിനൊന്നും നമ്മൾ പേടിക്കേണ്ടതില്ല. പക്ഷേ ഇതങ്ങനെ നാച്ചുറലി മാത്രം ഉണ്ടാകുന്ന ഒരു കാര്യമല്ല. ഇത് വളരെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള എഫേർട്ടിൻ്റെ ഭാഗമായി കൂടി ഉണ്ടാകുന്ന ഒരു കാര്യമാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പം യഥാർത്ഥത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു ആശയം, ഇപ്പോൾ BJPയുടെ ഹിന്ദുത്വ നരേറ്റീവ് എന്ന് പറയുന്ന അജണ്ട ഒറ്റക്കങ്ങാട് വർക്ക് ചെയ്യും. ആളുകളോട് നമുക്ക് ഹിന്ദുക്കൾക്ക് ഒരുമിച്ച് നിൽക്കണം, ഹിന്ദു രാഷ്ട്രം സ്ഥാപിക്കണം എന്ന് പറഞ്ഞാൽ വർക്ക് ചെയ്യുന്ന ഒരു കാര്യമല്ല. അതിൻ്റെ ഒപ്പം അതിനോടനുബന്ധിച്ച പാട്ടുകൾ വേണം, അതിനോടനുബന്ധിച്ച സംഗീതം വേണം, അതിനോടനുബന്ധിച്ച പതഞ്ജലി പോലെയുള്ള നമ്മളുടെ സ്വദേശം വളരെ ഗേറ്റ് ആണെന്നും അതിൽ ഈ പറയുന്ന പോലെ നമ്മൾ അഭിമാനിക്കേണ്ടതാണെന്നും നമുക്ക് വിദേശത്തു നിന്നുള്ള പേസ്റ്റുകളും ബ്രഷുകളും പോലും ആവശ്യമില്ലെന്നൊക്കെ പറയുന്ന വലിയ അജണ്ട, അതായത് എല്ലാ സ്ഥലത്തിൽ നിന്നും അടിക്കുന്ന ഒരു അജണ്ട കൂടി ഇതിന് ആവശ്യമുണ്ട്. അത്തരത്തിലുള്ള അജണ്ടകളിലേക്ക് കേരളം കൂടി എത്തിപ്പെടുമ്പോൾ സംഭവിക്കാൻ പോകുന്നത് ഏറ്റവും അൾട്ടിമേറ്റായി ഇത്തരത്തിലുള്ള ഒരു വിഭജനമാണ്, മാനസികമായിട്ടുള്ളൊരു വിഭജനമാണ് എന്നുള്ളതാണ് പ്രശ്നം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത് വളരെ സൂക്ഷ്മതലത്തിൽ നോക്കിയാൽ മാത്രം കാണാവുന്ന ഒരു കാര്യമാണ്. നേരത്തെ പറഞ്ഞ പോലെ ഈ കുലസ്ത്രീകൾ കൂടി വരുന്നു, അവരോടുള്ള ആരാധനകൾ കൂടി വരുന്നു, അവരോടുള്ള അമ്പലവിശ്വാസങ്ങൾ കൂടി വരുന്നു. ഒരാളിരുന്ന് സമാധിയായി എന്ന് പറയുന്നു, ഒരു മാർക്കറ്റിൽ ജോലിക്ക് നിന്നിരുന്ന ഒരാൾ സമാധിയായി എന്ന് പറയുന്നു. ആ സമാധി ആകുന്നതിനോടൊപ്പം പണ്ടൊക്കെ ആണെങ്കിൽ കേരളത്തിൽ പരിഹാസ കഥാപാത്രമാകുമായിരുന്നെങ്കിൽ സമാധി 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 എന്ന് പറഞ്ഞൊരു അമ്മകടന്ന് എന്ത് ചെയ്യും, ഒച്ചെടുക്കുമ്പോൾ അതിന് കൂടെ നിൽക്കാൻ ആളുകൾ ഉണ്ടാകുന്നു എന്ന് പറയുന്നത് വലിയ തോതിൽ കേരളീയ സമൂഹത്തിന്റെ ഭ്രാന്താലയമാകാൻ പോകുന്നതിന്റെ തിരിച്ചുപോക്കാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതില് താങ്കൾ എങ്ങനെയാണ് അത് ഭ്രാന്താലയമാവുന്നത് എന്ന് മനസ്സിലാവുന്നില്ല. ഒരു കാര്യം പറയട്ടെ. ഇപ്പൊ കുമാരനാശാൻ മുതൽ പൂന്താനം വരെ അങ്ങനെയുള്ള നിരവധിയായിട്ടുള്ള കവികൾ ഇത്തരത്തിൽ അവരുടെ കവികളിൽ കലയിലൊക്കെ ഈ ഹിന്ദുത്വ ആശയങ്ങളെയും ബിംബങ്ങളെയും ഉപയോഗിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറയുന്നത് ശ്രീനാരായണ ഗുരുവാണ്. ഉപയോഗിച്ചിരിക്കുന്നത് മുഴുവൻ ഇത്തരത്തിലുള്ള ആശയങ്ങളാണ്, അല്ലെന്ന് പറയാൻ പറ്റുമോ? ഗൗതത്തിന് ആള് മാറിപ്പോയി എന്നുള്ളതാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. ഗൗതം വിചാരിച്ചിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഗൗതം അറിയേണ്ടത്, എൻ്റെ വീട്ടിൽ ഞാൻ കണ്ണു തുറന്ന് നോക്കുമ്പോൾ മുതൽ കാണുന്നത് മഹാഭാരതത്തിന്റെ 10 വോളിയവും കണ്ടു വളർന്ന ഒരാളാണ് ഞാൻ. തീർച്ചയായും. അതിലെ ഞാൻ അത്രയും ഭംഗിയായിട്ട് വായിച്ചിട്ടില്ല, പക്ഷെ എൻ്റെ പിതാവ് വളരെ ഗംഭീരമായി അതിൽ ഏത് വരികളും കൃത്യമായി ഓർത്തെടുക്കാൻ കഴിയുന്ന ഒരാളായിരുന്നു. ഓക്കെ, അപ്പോൾ രാമായണം അതുപോലെ വായിച്ചിട്ടുള്ളതാണ്. കേരളത്തിലെ പ്രമുഖരായ പല രാഷ്ട്രീയക്കാർ പോലും അദ്ദേഹത്തോട് വിളിച്ച് സംശയം ചോദിച്ചിരുന്നു. യഥാർത്ഥത്തിൽ വി സാംബശിവൻ എന്ന് പറയുന്ന ആൾ കഥാപ്രസംഗം അവതരിപ്പിച്ചപ്പോൾ പറ്റിയൊരു മിസ്റ്റേക്ക് അദ്ദേഹം സ്റ്റേജിൽ കയറി പറഞ്ഞിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് ഗൗതം വിചാരിക്കുന്ന പോലെ ഇത് അറിയാത്ത ഒരാളാണ്. പക്ഷെ പ്രധാനപ്പെട്ട കാര്യം, ഈ ഇന്ത്യയിൽ തുളസീദാസ് മുതൽ നിരവധി കവികൾ ഇത്തരത്തിലുള്ള പല കവിതകൾ എഴുതുകയും ഇനി അതിനേക്കാളൊക്കെ വളരെ മുമ്പ് വ്യാസൻ മഹാഭാരതം രചിക്കുകയും വാൽമീകി രാമായണം രചിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതെല്ലാം ആളുകൾ പഠിക്കേണ്ട ഗംഭീരമായിട്ടുള്ള പുസ്തകങ്ങളാണ് എന്നുള്ള കാര്യത്തിലൊന്നും എനിക്ക് സംശയമില്ല. എന്ന് പറഞ്ഞാൽ ഒരു സാഹിത്യപരമായി നോക്കുമ്പോൾ. പക്ഷെ പ്രധാനപ്പെട്ട കാര്യം, ഈ രാമായണവും മഹാഭാരതവും ഒക്കെ നേരത്തെ ഉണ്ടായിരുന്നു. അതിൽ കുറേ കഥകൾ, വൈശാലി എന്ന് പറഞ്ഞ സിനിമ കഥയാക്കിയത് അതിൻ്റെ ഒരു ലൈൻ മാത്രമുള്ള കഥയാണ്. അതൊക്കെ ആളുകൾ നാച്ചുറലായി സംഭവിച്ചുകൊണ്ടിരുന്ന ഒരു പ്രോസസ്സാണ്. പക്ഷെ ആ നാച്ചുറൽ പ്രോസസ്സിനെ മാറ്റിക്കൊണ്ട്
രാമായണം എന്ന് പറയുന്നത് ഒരു സീരിയലായി വരികയും മഹാഭാരതം ഒരു സീരിയലായി വരികയും ആളുകൾ വിളക്ക് കത്തിച്ചതിനെ സ്വീകരിക്കുകയും ചെയ്തെന്ന ഒരു തുടക്കം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ പുസ്തകങ്ങളെല്ലാം വളരെ കൃത്യമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് രാജ്യത്തിൻ്റെ അധികാരം പിടിക്കാമെന്നും അധികാരം പിടിക്കണമെങ്കിൽ മറ്റൊരു ഭാഗത്തെ ശത്രുവായി കാണിക്കണമെന്നുമുള്ള വിഭജനത്തിൻ്റെ ചെറിയ ചെറിയ ഘടകങ്ങളാണ് എന്ന് വളരെ സൂക്ഷ്മമായി മനസ്സിലാക്കാൻ കഴിയുന്ന ആളുകൾക്ക് മാത്രമേ ഇത് പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ. അല്ലാതെ വെറുതെ ഞാൻ പറയുന്നത് ഈ ഫിലോസഫിയിൽ ഇപ്പൊ ഈ നന്ദഗോവിന്ദം ഭജൻസ് പാടുന്ന പാട്ടുകൾ ഇതിൻ്റെയൊക്കെ അടിത്തട്ടിൽ ഒരു ഫിലോസഫി ഉണ്ട്. ഈ ഫിലോസഫിയിൽ വിഭജനത്തിന്റെ രാഷ്ട്രീയം ഉണ്ടോന്നാണ്. അതെ, അതാണ് പ്രശ്നം. ഇത് നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ലോകത്തെവിടെയും ഒരു ഭരണക്രമം മാറിയിട്ടുള്ളത്, ഭരണമാറ്റം ഉണ്ടായിട്ടുള്ളത് അതിൻ്റെ അടിസ്ഥാനപരമായി ഇത്തരത്തിലുള്ള കലകളിലൂടെയും പാട്ടുകളിലൂടെയും ആളുകളെ സാംസ്കാരികമായി സ്വാധീനിക്കാൻ കഴിയുന്ന നിരവധി മേഖലകളിലൂടെയും ഈവൻ ബിസിനസ്സിലൂടെയും പോലും അവരെ സ്വാധീനിച്ചുകൊണ്ടാണ്. അത് നമുക്ക് ഇപ്പം അമേരിക്ക എടുത്തു വച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പം വേറെ ഏത് രാജ്യങ്ങൾ, ഇപ്പം ഏത് കോങ്കോ ആണെങ്കിലും അല്ലെങ്കിൽ ആഫ്രിക്കൻ കൺട്രീസ് ആണെങ്കിലും ഏത് രാജ്യം എടുത്തു വെച്ചാലും ഉദാഹരണങ്ങളുണ്ട്. അപ്പം അത്തരത്തിൽ ഇപ്പം നമ്മൾ ഇപ്പം സൗദി അറേബ്യ എടുത്തു വെക്കുന്നു, അല്ലെങ്കിൽ ഇറാനിൽ എങ്ങനെയാണ് ഒരു വിപ്ലവം ഉണ്ടായത്? ഇറാനിൽ യഥാർത്ഥത്തിൽ നേരത്തെ പറഞ്ഞ പോലെ 1989 മുമ്പ് വളരെ സുഖമായി ജീവിച്ചുകൊണ്ടിരുന്ന ഒരു സമൂഹം, അല്ലെങ്കിൽ അവിടെ ഉള്ളൊരു രാജാവിനെതിരെയുള്ള അമർഷം, അതൊക്കെ അവർക്ക് ഉണ്ടായിരുന്നു. പക്ഷെ അതിനോടൊപ്പം കൂട്ടിക്കലർത്തി വന്നൊരു കാര്യം എന്ന് പറയുന്നത് മതമാണ് എല്ലാമെന്നും മതപരമായ ശാസനകളാൽ ഭരിക്കപ്പെടുന്ന ഒരു രാജ്യമുണ്ടാക്കണമെന്നുള്ള ഒരു അജണ്ടകൾ പതുക്കെ പതുക്കെയായി ഇതിൻ്റെ അകത്തോട്ട് കുത്തിവെച്ചുകൊണ്ടാണ് ഇറാനിൽ യഥാർത്ഥത്തിൽ ഭരണമാറ്റം ഉണ്ടാകുന്നത്. ഇനി ഇന്ത്യയിൽ പോലും വളരെ ആഴത്തിൽ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ മതപരമായിട്ടുള്ള പല കാര്യങ്ങളും ഗാന്ധിജി പോലും, ഇപ്പോൾ പ്രാർത്ഥനകളും പൂജാമുറികളും ഒക്കെ തന്നെ ഗാന്ധിജി പോലും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് അത് കൃത്യമായി ഉപയോഗിച്ചിരുന്നു. പക്ഷെ പ്രധാനപ്പെട്ട കാര്യം, അതിന് നമ്മൾ ഗാന്ധിജിയെ ഒരുപാട് എതിർക്കാത്തതിൻ്റെ കാര്യം, അന്ന് ഇത് അങ്ങനെ ഉപയോഗിച്ചിരുന്നപ്പോൾ പോലും മറ്റൊരു അപരമത വിദ്വേഷം പ്രചരിപ്പിക്കാനോ ഇവിടെ കൂട്ടിച്ചേർക്കാനോ വേണ്ടിയല്ല അത് ഉപയോഗിച്ചത്. പകരം ഉപയോഗിച്ചതിന് വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചത്. അതൊരു ബ്രിട്ടീഷ് ഗവൺമെന്റിനെതിരെ പോരാടുക എന്ന് പറയുന്ന സതുദ്ദേശത്തിന് മാത്രമാണ്. ഇവിടെ ഇതൊക്കെ ഇനി ഞാൻ പറയാം, യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ 2018 ശബരിമലയിൽ നിന്ന് സുപ്രീം കോടതിയിൽ വിധിയുണ്ടായതിന് ശേഷം യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളുടെ സ്പീഡ് കേരളത്തിൽ വളരെ വളരെ കൂടി എന്നുള്ളതാണ്. ആ കൂടിയതിൻ്റെ ഭാഗമായി കൂടിയാണ് ഇത്തരം കാര്യങ്ങൾ ഉണ്ടാവുന്നത്. ഇപ്പം നന്ദഗോവിന്ദ ഭജൻസ് വളരെ നിഷ്കളങ്കമായി, ഇപ്പം ഞാനടക്കം ആ പാട്ട് കേട്ടിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ പോലും ഞാനിപ്പോൾ രാധതൻ പ്രേമത്തോടാണെന്ന് പറയുന്ന പാട്ട് എപ്പോൾ കേട്ടാലും ഞാൻ അവിടെ നിന്ന് കേൾക്കുന്ന ഒരാളാണ്. അവർ അതിഗംഭീരമായി പാടുന്ന ഒരാളുകളാണ്. ആ പാടുന്നതിൻ്റെ ഇടയിലൂടെയാണ് ഇനിയിപ്പോൾ ഗണഗീതം എന്ത് ചെയ്യാൻ പാടാൻ പോകുന്നത്. ഇതെല്ലാം ഉണ്ടാക്കുന്ന ഒരു സാംസ്കാരിക പരിസരമുണ്ട്. ആ സാംസ്കാരിക പരിസരത്തിൽ നിന്നുകൊണ്ടാണ് ഏതൊരു രാജ്യത്തിൻ്റെയും രാഷ്ട്രീയം മാറിയിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാൻ ഇതിനെക്കുറിച്ച് 48 മിനിറ്റുള്ള വലിയൊരു വീഡിയോ എടുക്കുകയും അത് 28,000-30,000 പേര് കാണുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട വിഷയം എന്ന് വെച്ചാൽ ഈ 20 കൊല്ലം ശാസ്ത്ര സാഹിത്യ പരിഷത്തും അതുപോലെ മറ്റുള്ള ആളുകളും ഈ പറയുന്ന സയന്റിഫിക് ടെമ്പറും ഒക്കെ നമ്മുടെ സമൂഹത്തിൽ നിന്ന് പതുക്കെ പതുക്കെ സയന്റിഫിക് ടെമ്പർ ഒഴിവാകുകയും വിശ്വാസത്തിന് വലിയ പ്രാധാന്യം കിട്ടുകയും. ശ്രീനാരായണ ഗുരു ഇവിടെ രൂപപ്പെടുത്തിയിരിക്കുന്ന ഒരു സാംസ്കാരിക പരിസരമുണ്ട്, ഒരു ഏകതയുടെ സാംസ്കാരിക പരിസരം, തുല്യതയുടെ സാംസ്കാരിക പരിസരം. ശ്രീനാരായണ ഗുരുവിൻ്റെ നിരവധിയായിട്ടുള്ള കൃതികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇതൊക്കെ ആളുകളെ നമ്മൾ പഠിപ്പിക്കാൻ തുടങ്ങിയാൽ, അല്ലെങ്കിൽ വലിയ രീതിയിൽ ഉപയോഗപ്പെടുത്താൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതൊരു അപകടവും പ്രശ്നവുമായി മാറും. ശ്രീനാരായണ ഗുരു പറഞ്ഞിട്ടുള്ള ആശയങ്ങൾ എന്താണ് എന്നുള്ളത് എവിടെയെങ്കിലും പഠിപ്പിക്കുന്നുണ്ടോ? ഈ കേരളത്തിലുള്ള 23% വരുന്ന, ഏതാണ്ട് 25% വരുന്ന ഈഴവ സമുദായത്തിൻ്റെ 10 ഏതെങ്കിലും SNDP ശാഖകളിൽ ഗുരുദേവ ദർശനം എന്താണെന്ന് പഠിപ്പിക്കുന്ന ഏതെങ്കിലും സെമിനാറുകളോ സിമ്പോസിയങ്ങളോ നടക്കുന്നുണ്ടോ? അങ്ങനെ നടക്കുന്നില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം യഥാർത്ഥത്തിൽ ഗൗതത്തിനൊക്കെ അറിയാത്തതുകൊണ്ടാണ്. ബൈബിള് എന്ന് പറയുന്നത് ചങ്ങലക്കിട്ട് വെച്ചിരുന്നു. കാരണം വായിച്ചാൽ ജനങ്ങൾക്ക് വിവരം ഉണ്ടാവുകയും ജനങ്ങൾ ഞങ്ങളെ തല്ലുകയും ചെയ്യുമെന്ന് മതമേലധ്യക്ഷന്മാർ എന്ത് ചെയ്തിരുന്നു? കണക്കൂട്ടിയിരുന്നു. ഈ കഴിഞ്ഞ തവണ യഥാർത്ഥത്തിൽ ഇതിനു മുമ്പുണ്ടായിട്ടുള്ള പോപ്പ് ഒരു വലിയ മാപ്പപേക്ഷ നടത്തിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാനഡയിലെ ഒരു രാജ്യത്ത് 250ഓളം കുട്ടികൾ കൊല്ലപ്പെടുകയും അതിന് സഭ കാരണക്കാരാകുകയും ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ്. എന്ന് പറഞ്ഞാൽ ആദിവാസി കുട്ടികളെ വിളിച്ച് ഇവർ പഠിപ്പിക്കാൻ വേണ്ടി തീരുമാനിക്കുകയും ഏറ്റവും ഒടുവിൽ അവരെ ക്രൂശിക്കുകയും കൊന്നുകളയുകയും ഒക്കെ ചെയ്തതാണ്. അപ്പോൾ അതിൽ നിന്റെ അസ്ഥികൂടങ്ങൾ കണ്ടെടുത്ത് ഏതാണ്ട് 1 കൊല്ലം മുമ്പാണ് 250ഓളം വന്ന കുട്ടികളുടെ അസ്ഥികൂടങ്ങൾ, റെഡ് ഇന്ത്യൻസ് എന്ന് വിളിക്കപ്പെടുന്ന ആളുകളുടെ അസ്ഥികൂടങ്ങൾ കണ്ടെടുത്ത്. ഞാൻ പറഞ്ഞു വന്നത് ഇത്തരത്തിലുള്ള വലിയ പ്രചാരണങ്ങൾ ഉണ്ടാകുന്നത് വളരെ കൃത്യമായ ആസൂത്രിതമായിട്ടാണ്. ശ്രീനാരായണ ഗുരുവിന്റെ കാര്യങ്ങൾ പഠിപ്പിക്കാൻ അങ്ങനെ ആരെങ്കിലും ആസൂത്രിതമായി തയ്യാറാകും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അങ്ങനെ തയ്യാറാകണമെങ്കിൽ അത് ചെയ്യേണ്ടത് ഇടതുപക്ഷമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷെ ഇടതുപക്ഷം പോലും അത് ചെയ്യാൻ ഉള്ളൊരു കാര്യം അവർ ചെയ്യുന്നില്ല. തീർച്ചയായിട്ടും. എന്തുകൊണ്ടത്?
എന്തുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞാൽ അതിന് ഒരുപാട് റീസൺസ് ഉണ്ട്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന്, താൽക്കാലികമായ രാഷ്ട്രീയ ലാഭം മാത്രം നോക്കുന്നതുകൊണ്ട് ലോങ് ടേമിലേക്ക് ഒരു രാജ്യത്തിന്റെ നിലനിൽപ്പ് നോക്കുന്ന നേതാക്കന്മാർ നമുക്ക് കുറവാണ് ഒന്ന്. രണ്ടാമത്തേതെന്ന് പറഞ്ഞാൽ ഇതിന് വലിയ തോതിൽ പണം ഒഴുക്കേണ്ട, വലിയ തോതിൽ കൃത്യമായി പ്ലാൻ ചെയ്യേണ്ട സംഗതികൾ ഇതിന്റെ ഭാഗമായിട്ടുണ്ട്. അതൊക്കെ അങ്ങനെ എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമല്ല. അതേസമയം സംഘപരിവാറും BJP-യും ഞാൻ മനസ്സിലാക്കിയിരുന്നത് ശ്രീനാരായണ ഗുരുവിനെ കൃത്യമായിട്ട് അദ്ദേഹത്തിന്റെ രചനകളും കാര്യങ്ങളും പഠിപ്പിക്കാൻ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ മുഴുവനായിട്ട് അതൊരു നമ്മുടെ വിഷയം അല്ല, ഒരു കാര്യം അല്ല, ഒരു മിനിറ്റ് വെറുതെ ഞാൻ ഒരു കാര്യം താങ്കൾ ഒരു ചർച്ചയെ അലമ്പാക്കാൻ വേണ്ടി വേറൊരു വിഷയത്തിലേക്ക് കൊണ്ടുവരുന്നു. ശ്രീനാരായണ ഗുരുവിന്റെയോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഡോക്ടർ BR അംബേദ്കറോ മറ്റു പലരും പറഞ്ഞ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കണുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല നമ്മുടെ വിഷയം. അങ്ങനെ പഠിപ്പിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് വിഷയം. അത് എന്തുകൊണ്ട് പഠിപ്പിക്കപ്പെടുന്നില്ല എന്നുള്ളത് വേറൊരു ടോപ്പിക്കാണ്. അത് ഇതിൽ ചർച്ച ചെയ്യേണ്ട വിഷയമല്ല. നമ്മുടെ വിഷയം എന്ന് പറയുന്നത് അതെല്ലാം പഠിപ്പിക്കാതിരിക്കുകയും പഴയ മഹാഭാരതവും രാമായണവും ഏറ്റവും ആദ്യം ദൂരദർശനിൽ സീരിയലുകളായി സംപ്രേഷണം ചെയ്തത് മുതൽ ഉണ്ടായിട്ടുള്ള ഒരു സാംസ്കാരികമായിട്ടുള്ള ഹിന്ദുത്വ നരേറ്റീവുകളുടെ മുന്നേറ്റം അത് കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് മാത്രമാണ്. അതിന് ബദലായി എന്തുകൊണ്ട് ഉണ്ടാകുന്നില്ല എന്നുള്ളത് വേറൊരു വിഷയമാണ്. അത് നമുക്ക് വേണമെങ്കിൽ പിന്നെ ചർച്ച ചെയ്യാം. ഇപ്പൊ ശിവഗിരി മഠം തന്നെ ശ്രീനാരായണ ഗുരുവിന്റെ കൃതികളെ കുറിച്ചിട്ട് പറയുന്നു. ഇപ്പം ഗണപതിയെ കുറിച്ച് അദ്ദേഹം എഴുതിയ വിനായകാഷ്ടം, ദേവീ കൃതികൾ, സുബ്രഹ്മണ്യ കൃതികൾ, ശിവകൃതികൾ, അങ്ങനെയുള്ള ഒരുപാട് കൃതികൾ, വിഷ്ണു കൃതികൾ, അതേപോലെ ഒരുപാട് ദർശന കൃതികൾ, അങ്ങനെ ഒരുപാട് വേദാന്ത കൃതികൾ. അപ്പൊ ഞാൻ പറയുന്നത് ഇതൊക്കെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹിന്ദുത്വ സാംസ്കാരിക ബോധം ഉണ്ടാക്കില്ലേ? അതല്ലേ അപകടം?